Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിന് താഴെ സമയം മതി വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. പഴവും ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. വേഗത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇതേപോലുള്ള ഒരു പഴം എടുത്തിട്ടുണ്ട്. റോബസ്റ്റ പഴം പോലുള്ള പഴമാണ് ഇത്. ഞാൻ ഒരു വലിപ്പമുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റോബസ്റ്റ പഴം ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം എടുക്കണം. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിനി ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 4 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് വ്യത്യാസപ്പെടുത്തിയാൽ മതി. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനായിട്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ആയാലും കുഴപ്പമില്ല. ഒരു 1/4 കപ്പ് ഗോതമ്പ് മാവ് ചേർക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല, കാരണം നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഇതേപോലെ ഗോതമ്പ് മാവും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് തിക്കായിട്ടല്ല, കുറച്ചെന്നാൽ ഒരുപാട് ദോശമാവിൻ്റെ അത്ര ലൂസായിട്ടും ആവരുത്. ഒരു നല്ലൊരു കട്ടിയുള്ള ഒരു ബാറ്ററായിട്ട് കലക്കിയെടുക്കണം. നമുക്കിത് സ്പൂൺ കൊണ്ട് കോരിയിട്ട് എണ്ണയിലേക്ക് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പാകത്തിനായിരിക്കണം. കുറച്ച് എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇതേപോലെ സ്പൂൺ കൊണ്ടൊന്ന് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഒന്ന് ഒരു ബോളിൻ്റെ ഒരു ഇതിൽ കൈകൊണ്ട് തന്നെ പിടിച്ചിട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നല്ല ടേസ്റ്റിയാണ്. വേഗത്തിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മധുരമൊക്കെ നിങ്ങൾക്ക് ആവശ്യം എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഒരുപാട് ഒഴിക്കാതെ കുറേശ്ശെ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് ആ ചൂടോടെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നല്ല കരിമുരയെന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി. നല്ല ഒന്നുകൂടി ഒന്ന് കൂടുതലായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ഞാനിതിൽ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. പെട്ടെന്ന് നമ്മുടെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ കോരി മാറ്റാം. എന്നിട്ട് കൈകൊണ്ട് വേണമെങ്കിൽ കൈകൊണ്ടായാലും ബോൾ പോലെ ആക്കിയിട്ട് കൈകൊണ്ട് ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ഒന്ന് ഉള്ളി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡേറ്റ് സിറപ്പ് ഞാൻ ഒഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തേൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ചോക്ലേറ്റ് സിറപ്പൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ് പഴം ചേർത്തിട്ടുള്ളത് കൊണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത കൂടി ഇടുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്